ആശംസ അർപ്പിക്കുന്നത് ബഹുമാന്യരായിട്ടുള്ള മുതൂർ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജ്ഞാനി ഗാൻഡോഗ് അവர்களാണ്. നമ്മുടെ കൃഷി ഓഫീസർ വളരെ ആത്മാർത്ഥമായിട്ട് ദീർഘമായിട്ട് പങ്കുവഹിക്കുന്ന വ്യക്തിയാണ്. മുഴുവൻ കുട്ടികൾക്കും അവർ സ്വയം പാടത്ത് ഇറങ്ങി ഞാൻ നട്ടിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഒരു വിവരം അദ്ദേഹം പറയുകയുണ്ടായി. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷവും 50,000 ക്യാൻസർ രോഗികൾ ഉണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് മന്ത്രി പറഞ്ഞത്. രോഗികളിൽ അധികം ആളുകളും കാസർഗോഡ് ജില്ലക്കാരാണ്. നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ക്യാൻസർ രോഗം വർദ്ധിച്ചു വരികയാണ്. ധാരാളം ക്യാൻസർ രോഗികൾ, അധികവും ചെറുപ്പക്കാരികൾ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ക്യാൻസർ ചികിത്സ. സ്വാഗതം പറഞ്ഞ ഈ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി കൃഷ്ണകുമാർ, മറ്റ് ഏരിയയിലുള്ള മുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാധവൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് സുജാനി, ഗിരീഷ്, ശൈലജ, സിന്ധു, മറ്റ് ഡയറ്റിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, ഈ പ്രദേശത്തെ നല്ലവരായ കർഷക സഹോദരന്മാരെ, ഏറ്റവും പ്രിയങ്കരായ ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം പ്രസക്തവും പ്രാധാന്യത്തോടും കൂടിയാണ് ഈ ചടങ്ങിനെ നമ്മൾ കാണുന്നത്. പുത്തരി എന്നൊക്കെ തന്നെ പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു പുത്തരിയായിട്ടാണ് കാണുന്നത്. വളരെ പഴയ കാലത്ത് പുത്തരിച്ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. അമ്മ കൊയ്തെടുത്ത നെല്ലിൽ നിന്നും കുത്തി അരിയാക്കി അത് പായസവും ചോറും ഉണ്ണുക എന്നത് ഒരു കാലത്ത് എല്ലാ വീട്ടിലെയും ആചാരമായിരുന്നു. ഇന്നതൊക്കെ തന്നെ പോയി. എന്താണ് പുത്തരി എന്ന് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണുള്ളത്. അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഒരു പദ്ധതിക്കാണ് ഡയറ്റ് രൂപം കൊടുത്തുകൊണ്ട് പുത്തരി എന്ന പേരോടുകൂടി കുടുംബ ഗംഭീര കാർഷിക കൂട്ടായ്മക്ക് രൂപം കൊടുക്കുന്നു. ഞാൻ ഈ അടുത്ത ദിവസം ഖത്തറിൽ പോയിരുന്നു. അവിടെ 2 ദിവസത്തെ സംരംഭകർക്കുള്ള ശില്പശാല സംഘടിപ്പിക്കാനായിരുന്നു പോയിരുന്നത്. വരുന്ന വിവരം പറഞ്ഞപ്പോൾ അവിടുത്തെ നമ്മുടെ സഹോദരിമാർക്ക് തന്നെ അടുക്കളത്തോട്ടം ഫേസ്ബുക്ക് കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മക്ക് രൂപം കൊടുത്തു. അവരവിടെ 3 ഇനം നെൽവിത്തുകൾ വിത്തുപാകൽ ചടങ്ങിനാണ് എന്നെ അവിടെ എത്തിയപ്പോൾ വിളിച്ചത്. അവിടെയുള്ള ഒരു അറബിയിൽ നിന്നും 50 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്തുകൊണ്ട് സൗജന്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് 50 സെന്റ് സ്ഥലത്ത് നെൽകൃഷി ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മരുഭൂമിയിൽ പോലും നെൽകൃഷി ചെയ്യാനുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൃഷിയുടെ ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഡയറ്റിൽ പ്രിയപ്പെട്ട പ്രിൻസിപ്പാളും അതുപോലെ മറ്റുള്ളവരും കൂട്ടായ്മയോടുകൂടി, സിന്ധു അടക്കമുള്ള ആളുകളുടെ കൂട്ടായ്മയോടുകൂടി ഇവിടെ ഒരു കൃഷിക്ക് തുടക്കം കുറിക്കുകയല്ല, കൃഷിയുടെ പുനരാരംഭം എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ കുടുംബ കൃഷി വർഷമാണ്. അതോടൊപ്പം തന്നെ ജൈവ കൃഷിയിലേക്ക് കടക്കുന്ന ഒരു ഏറ്റവും പ്രധാന ദിനങ്ങളാണ് ഇപ്പോഴുള്ളത്. 2016 അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ കേരളത്തെ സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റണമെന്ന് അത് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ആവശ്യമാണ്, നമ്മുടെ പുതിയ തലമുറക്ക് ആവശ്യമാണ്. ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചില്ലേ, ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നടന്ന സുഹൃതം പദ്ധതിയിൽ ഒക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, 50,000 ദിവസമാണ്